ഹായ് എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗെയിം തിയറിയിലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഗെയിം തിയറി എന്താണെന്നും അതിൻ്റെ ടൈപ്പ് ഓഫ് ഗെയിംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടെ ചെക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഇതിൻ്റെ പ്ലേ ലിസ്റ്റിൽ മറ്റ് ടോപ്പിക്കുകളും ഈ എക്സാമിന് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ടോപ്പിക്കുകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ചെക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോമിനൻ്റ് സ്ട്രാറ്റജീസ് ആണ്. A dominant strategy is a strategy that gives a player a higher payoff no matter what the other players does. ഡോമിനൻ്റ് സ്ട്രാറ്റജി എന്നത് ഒരു പ്ലെയർ മറ്റേ പ്ലെയർ എന്ത് തന്നെ ചെയ്താലും ഉയർന്ന പേ ഓഫ് നൽകുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ ഒരു പ്ലെയർ മറ്റേ പ്ലെയറിനേക്കാൾ ശക്തവും മോർ എഫക്റ്റീവ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നയാളുമാണ്. സോ ഇവിടെ തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും പ്ലെയർ ബോധവാനല്ല. തൻ്റെ എതിരാളിയുടെ സ്ട്രാറ്റജിയേക്കാൾ മികച്ചതായിരിക്കാനായിട്ട് അയാൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. A dominant strategy equilibrium occurs when each player in the game has a dominant strategy and they both play it. സോ ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇക്വിലിബ്രിയത്തിൽ രണ്ട് പ്ലെയറും ഡോമിനൻ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നവരാണ്. സോ രണ്ട് പേരും അത് യൂസ് ചെയ്ത് അത് ഒരു ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ റാഷണാലിറ്റി. ഇൻഡിവിജ്വൽ റാഷണാലിറ്റി പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡോമിനൻ്റ് സ്ട്രാറ്റജി ആക്ട് ചെയ്യുന്നത്. ഡോമിനൻ്റ് സ്ട്രാറ്റജിക്ക് എക്സാമ്പിളായിട്ട് ഒരു പ്രിസണേഴ്സ് ഡിലെമ നോക്കാം. ഇവിടെ പ്രിസണർ അല്ലെങ്കിൽ പ്ലെയർ എ എന്നത് തനിക്കൊരു ഡോമിനൻ്റ് സ്ട്രാറ്റജി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്ലെയർ ബി അല്ലെങ്കിൽ പ്രിസണർ ബി എന്ത് ചെയ്തെന്ന് അയാൾക്ക് ചിന്തിക്കേണ്ടതില്ല. സോ പ്രിസണർ എക്ക് അയാൾ തൻ്റെ ഡോമിനൻ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യാനും മറ്റേയാൾ കളിക്കുന്നതിനേക്കാൾ മികച്ചതായിട്ടിരിക്കാനും കഴിയുമെന്ന് അയാൾക്കിവിടെ അറിയാം. ഇവിടെ പേ ഓഫ് ആണ് ഈച്ച് സെല്ലിൽ കാണിക്കുന്നത്. പ്രിസണർ എയും പ്രിസണർ ബിയും സൈലൻ്റ് ആയിട്ടിരുന്നാൽ അവർക്ക് കിട്ടുന്ന പിഴ എന്നത് 2 വർഷത്തെ തടവാണ്. എന്നാൽ ഇവിടെ രണ്ടു പേരും ഡോമിനൻ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ പ്രിസണർ എ എന്നത് കൺഫസ് ചെയ്താൽ പ്രിസണർ ബിക്ക് കൺഫസ് ചെയ്യാതിരുന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് 10 ഇയേഴ്സ് തടവ് കിട്ടുന്നു. അതേപോലെ തന്നെ പ്രിസണർ ബി കൺഫസ് ചെയ്യുകയും പ്രിസണർ എ കൺഫസ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് 10 ഇയേഴ്സ് തടവ് കിട്ടുന്നു. സോ ഡോമിനൻ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് രണ്ടുപേരും അവർക്ക് 5 അല്ലെങ്കിൽ 5 ഇയേഴ്സ് വെച്ചിട്ട് അവർക്ക് തടവ് കിട്ടുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ രണ്ടുപേർക്കും സൈലൻ്റ് ആയിട്ടിരുന്നെങ്കിൽ 2 എന്ന് അല്ലെങ്കിൽ 2 വർഷം എന്ന് ഒരു ഫലം കിട്ടുമായിരുന്നു, ഒരു ബെറ്റർ ഫലം കിട്ടുമായിരുന്നു. എന്നാൽ പോലും ഇവിടെ സ്വാർത്ഥമായിട്ട് തങ്ങളുടെ ഡോമിനൻ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്തത് കൊണ്ട് തന്നെ താരതമ്യേന കുറഞ്ഞൊരു ലാഭത്തിലേക്ക് 5 വർഷം എന്നൊരു തടവ് ശിക്ഷയിലേക്ക് അവർ പോയി. അടുത്തത് നോക്കുന്നത് നാഷ് ഇക്വിലിബ്രിയം ആണ്. എ നാഷ് ഇക്വിലിബ്രിയം ഇസ് എ സിറ്റുവേഷൻ വെയർ നോ പ്ലെയർ ക്യാൻ ഇംപ്രൂവ് ദെയർ പേ ഓഫ് ബൈ അൺലിറ്ററലി ചേഞ്ചിങ് ദെയർ സ്ട്രാറ്റജി given the strategy of the other player. Unlike dominant strategy equilibrium, a Nash equilibrium may not involve dominant strategies. Players are doing their best they can, considering the other's decision. അടുത്തത് നാഷ് ഇക്വിലിബ്രിയം ആണ്. ഒരാൾക്ക് മറ്റൊരാളുടെ സ്ട്രാറ്റജീസ് അറിയാവുന്ന ഒരു സിറ്റുവേഷനാണ് നാഷ് ഇക്വിലിബ്രിയം. ഇവിടെ ഡോമിനൻ്റ് സ്ട്രാറ്റജി ഇക്വിലിബ്രിയത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ പ്ലെയേഴ്സും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ പരിഗണിച്ചിട്ടാണ് തങ്ങളുടെ ഏറ്റവും നല്ല ഡിസിഷൻസ് എടുക്കുന്നത്. ഇവിടെ എല്ലാവരും ബെസ്റ്റ് റെസ്പോൺസ് ആണ് നൽകുന്നത്. ഉദാഹരണത്തിന് 2 കമ്പനികൾ പരസ്യം ചെയ്യുകയാണ്. എ എന്ന കമ്പനി പരസ്യം ചെയ്താൽ അവർക്ക് 100 കസ്റ്റമേഴ്സിനെ കിട്ടും. എന്നാൽ അതുപോലെ തന്നെ ബി എന്നൊരു കമ്പനി പരസ്യം ചെയ്യുമ്പോൾ 100 കസ്റ്റമേഴ്സിനെ അധികം ലഭിക്കുന്നു. ഇവിടെ എ പരസ്യം ചെയ്യുകയും ബി പരസ്യം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ എക്ക് 200 കസ്റ്റമേഴ്സിനെ അധികം കിട്ടുന്നു. അതേപോലെ തന്നെ ബി പരസ്യം ചെയ്യുകയും എ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ
ബിക്ക് 200 കസ്റ്റമേഴ്സിനെ അധികം കിട്ടുന്നു. സോ ഇവിടെ ആരെങ്കിലും അഡ്വർടൈസിങ് നിർത്തിയാൽ തങ്ങൾക്ക് 0 ആയിരിക്കും ഫലം. അതുകൊണ്ട് തന്നെ ആരും തൻ്റെ സ്ട്രാറ്റജീസ് മാറ്റാൻ റെഡിയാവുന്നില്ല. സോ ഇതൊരു നാഷ് ഇക്വിലിബ്രിയത്തിലാവുന്നു. സോ നാഷ് ഇക്വിലിബ്രിയത്തിൽ രണ്ടുപേരും അഡ്വർടൈസ് ചെയ്യുന്നു. ഏത് ഒരാൾ മാറ്റിയാലും തൻ്റെ ലാഭം കുറയുന്നതിനാൽ അവിടെ ആരും തങ്ങളുടെ തീരുമാനം മാറ്റുന്നില്ല. ഡോമിനൻ്റ് സ്ട്രാറ്റജിയും നാഷ് ഇക്വിലിബ്രിയോ അവർ ഇൻഡിവിജ്വലി ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. ഡോമിനൻ്റ് സ്ട്രാറ്റജി നാഷ് ഇക്വിലിബ്രിയത്തിൽ യൂസ് ചെയ്യുന്നില്ല. ഒരു ഗെയിമിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോസിബിലിറ്റി, നാഷ് ഇക്വിലിബ്രിയത്തിന് മൾട്ടിപ്പിൾ പോസിബിലിറ്റി ഉണ്ട്. വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗെയിം തിയറിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് ആണ്. മെയിൻലി നാഷ് ഇക്വിലിബ്രിയം ആൻഡ് ഡോമിനൻ്റ് സ്ട്രാറ്റജി. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.